ഒക്ടോബർ 21, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ട്രസ് അനൗൺസസ് എക്സിറ്റ് UK ടു ഗെറ്റ് എ തേർഡ് പ്രൈം മിനിസ്റ്റർ ഇൻ 3 months എന്നാണ്. അപ്പോൾ ലിസ് ട്രസ് ആരാണ്? ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ്. പുള്ളിക്കാരി പറയുന്നത് ഈ പറഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ വാഗ്ദാനം ചെയ്തൊന്നും എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല, ഐ കനോട്ട് ഡെലിവർ ദ മാൻഡേറ്റ് ഓൺ വിച്ച് ഐ വാസ് എലക്റ്റഡ് എന്നാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ബ്രിട്ടനും അതുപോലെ തന്നെ യൂറോപ്പും കടന്നു പോകുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ്സ് ഭയങ്കര കൂടുതലാണ്, അതുപോലെ തന്നെ എനർജി നീഡ്സ്, എനർജി ക്രൈസിസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പ്രൈം മിനിസ്റ്റർ ലിസ് ട്രസ് എക്സിറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ബ്രിട്ടൻ ഈസ് അബൌട്ട് ടു ഗെറ്റ് ഇറ്റ്സ് തേർഡ് പ്രൈം മിനിസ്റ്റർ in 3 months with Prime Minister Liz Truss, who faced growing pressure from the Conservative MPs, announcing that she will quit the post. Ms. Truss' budgetary plans, at the heart of which were unfunded tax cuts, had deeply rattled markets and led to the replacement of Chancellor only days ago. ഒരുപാട് പ്രശ്നങ്ങൾ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. UK ഇൻഫ്ലേഷൻ accelerated to 10.1% in September, a 40-year high. Energy was among the biggest contributors as electricity, gas and other fuel prices increased to 70%. അപ്പോൾ ഇത്രയധികം ഇൻഫ്ലേഷൻ റേറ്റ്സ് ബ്രിട്ടനിൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എക്കോണമി ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രൈം മിനിസ്റ്റർ എക്സിറ്റ് ചെയ്യുന്നത്, രാജിവെച്ചൊഴിയുന്നത്. വന്ന് ഈ ഗവർണറും അതുപോലെ തന്നെ ആ സംസ്ഥാനത്തിൻ്റെ റൂളിംഗ് പാർട്ടിയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ സ്ഥിരം ന്യൂസ് ആയിട്ടുണ്ട്. ഫേസ് ഓഫ് ബിറ്റ്വീൻ ഗവർണർ AAP ഗവൺമെൻറ് എസ്കലേറ്റ്സ് ഇൻ പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ ഗവർണർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കേരളം അറിയാം, ഈ പറഞ്ഞ BJP ഇതര ഗവൺമെൻറ്റാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി ബില്ല് പാസ്സാക്കാത്തതിനെതിരെ ബിന്ദു ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്താ പറയുക, പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റിന് റിയാക്ട് ചെയ്തത്. അങ്ങനെയുള്ള ഡിസൊബേയിങ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ സാക്ക് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന് യാതൊരു രീതിയിലും ചേർന്ന് പോകാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഗവർണർ പറഞ്ഞിരുന്നു. ഇതേപോലെയാണ് ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഓൺഗോയിങ് ഷോ ഡൗൺ ഇൻ പഞ്ചാബ് ബിറ്റ്വീൻ ഗവർണർ ബൻവരിലാൽ പുരോഹിത് ആൻഡ് ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് കണ്ടിന്യൂസ് ടു എസ്കലേറ്റ്. അപ്പോൾ ഇതും വൈസ് ചാൻസലർ പദവിയൊക്കെയായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്, ഒരു പ്രശ്നമാണ്. UP ഫോംസ് പാനൽ ഫോർ MBBS ഹിന്ദി ടെക്സ്റ്റ് ബുക്സ്. നമുക്കറിയാം മധ്യപ്രദേശിന് സിമിലർ റോൾ ഔട്ട് നടത്തിയിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അതായത് മധ്യപ്രദേശിൽ ഹിന്ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള MBBS ടെക്സ്റ്റ് ബുക്സ് റോൾ ഔട്ട് ചെയ്തിരുന്നു. അത് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ UP ഉത്തർപ്രദേശ് ആൾസോ എന്താ ചെയ്യുന്നത്, UP ആൾസോ ഈസ് ഫോമിങ് എ പാനൽ ടു ഇംപ്ലിമെൻറ്റ് ദിസ് MBBS ഹിന്ദി ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, തമിഴ്നാടൊക്കെ അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു എഗെയിൻസ്റ്റ് ആയിട്ട്. കാരണം ഹിന്ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കരുത്. ഇപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റിയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഹിന്ദി നിർബന്ധമാക്കണം എന്ന്. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അമിത്ഷാ ആയിരുന്നു. അപ്പോൾ ആ പാനൽ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത് ഹിന്ദി മാൻഡേറ്ററി ആണ്, അതിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഹിന്ദി ആക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മീഡിയം ഹിന്ദി ആക്കും എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഇതിനെ കാണുന്നത്. ഉത്തർപ്രദേശും എന്താണ് ചെയ്യുന്നത്, MBBS ഹിന്ദി ടെക്സ്റ്റ് ബുക്സാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ ഒരു അജണ്ട നടപ്പിലാക്കുന്നത് പോലെയാണ്. മറ്റ് സ്റ്റേറ്റുകൾ വില്ലിങ് ആണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ചെക്സ് നോ ബാലൻസ്. ഇന്ത്യ മസ്റ്റ് ലുക്ക് അറ്റ് ഓൾ ഇറ്റ്സ് ഓപ്ഷൻസ് വിത്ത് ചൈന ടു എൻഷുവർ ലിസ്റ്റിംഗ് ഓഫ് ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അത് ചൈനയുടെ സ്റ്റാൻഡ് എന്താണ്? യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ നമുക്കറിയാം വീറ്റോ ഉള്ളത് ആർക്കാണ്? ഓൺലി ഏഷ്യൻ കൺട്രി ടു ഹാവ് എ വീറ്റോ ഇൻ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ചൈന. അപ്പോൾ ചൈനക്കാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ ഉള്ളത്. അപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ US ആയിട്ട് എപ്പോഴും ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഒറ്റക്കായാലും പല ടെററിസ്റ്റുകളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആവശ്യം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും മിക്കപ്പോഴും ചൈന എന്താണ് ചെയ്യുന്നത്, അത് വീറ്റോ ചെയ്ത് അത് വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ മുമ്പോട്ടുള്ള സ്റ്റാൻഡ് എന്താണ്, ഏത് രീതിയിൽ ഇന്ത്യ അതിനെ മറികടക്കണം, അല്ലെങ്കിൽ ഏതാണ് മുമ്പോട്ട് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്. China's decision to block 2 proposals by India and United States to list Lashkar-e-Taiba commanders on the United Nations Security Council 1267 terror list is a part of well-worn pattern now. Since June, New Delhi and Washington have made 5 such proposals with China placing hold on each. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, 5 തവണയാണ് ചൈന അതിനെ വിലക്കിയത്. ഏതിനെ വിലക്കിയെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയും കമ്പൈൻഡ് ആയിട്ട് ഈ ലഷ്കർ-ഇ-തൈബ ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ചപ്പോൾ 5 തവണ, ഇപ്പോൾ ജൂണിന് ശേഷം 5 തവണയാണ് ചൈന അത് വേണ്ടാന്ന് പറഞ്ഞത്. ഒന്നിതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്
പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ചൈന നൽകുന്ന സപ്പോർട്ട്, രണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ചൈനേൻ്റെ ബന്ധം എപ്പോഴും പറയും അവർ അത്രയധികം ഫ്രണ്ട്ഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. കാരണം പാകിസ്ഥാനും ചൈനയും, കാരണം ഇന്ത്യനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടെററിസം കർബ് ചെയ്യാൻ വേണ്ടി, നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ എഫർട്ട് എപ്പോഴും എല്ലാ രാജ്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് നേഷൻ്റെ ഒരു ഗ്ലോബൽ ഡ്യൂട്ടിയും കൂടിയാണ് ടെററിസം ഇല്ലാതാക്കാൻ. കാരണം ടെററിസം എവിടെ ഉണ്ടോ അവിടെ ഡെവലപ്മെൻറ്റും എക്കോണമിയും തകർച്ചയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനൊരു കമ്പൈൻഡായിട്ട് എഫേർട്ട് എടുക്കും. എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു പ്രൊഫൈലുള്ള രാജ്യം, അതുപോലെ തന്നെ US പോലൊരു രാജ്യം അങ്ങനെ ചെയ്യുമ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു വീറ്റോ ഉണ്ടെന്ന് കരുതി മിക്കപ്പോഴും ഇതെന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന ചൈന ഇത് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ചൈനയുടെ. കാരണം ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ റാറ്റ്സ് എന്ന് പറയുന്നത് ആൻറ്റി ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അതിലൊക്കെ മെമ്പറായിരിക്കുന്ന ചൈന പുറത്ത് ആൻറ്റി ടെററിസം ഒക്കെ പറയുമെങ്കിലും ഉള്ളിലൂടെ എന്താണ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ അതിൻ്റെ ലീഡേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ജെയ്ഷ് മുഹമ്മദ് ചീഫ് മസൂദ് അഷേഴ്സ് ബ്രദർ റൌഫ് അസ്ഗർ, ലഷ്കർ ഇ തൊയ്ബ ലീഡേഴ്സ് അബ്ദുൾ റഹ്മാൻ മക്കി and 2611 handler Sajid Mir, and the latest listing request for Talha Saeed and Shahid Mahmood, who is charged with recruitment and collection of funds for the terror group. ഈ പറഞ്ഞ 2611 അറ്റാക്കുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെററിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ടെററിസ്റ്റുകൾ എന്ന രീതിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പേരുകൾ ഏതിൽ പറഞ്ഞിരിക്കുന്നത്, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. അതാണ് ആര് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, ചൈന ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈച്ച് ഓഫ് ദിസ് മെൻ ഹാസ് ബീൻ ലിസ്റ്റഡ് ആസ് ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഇൻ ഇന്ത്യാസ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ്റെ ലോ ഏതാണ്, UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ആ ലിസ്റ്റിൽ ആരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ US ട്രഷറി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI-ൻ്റെ US ട്രഷറി ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ എന്താ പറയുക ഈ ആൾക്കാരുടെ പേരുകളുണ്ട്. നമുക്ക് മനസ്സിലാക്കാം US-ൻ്റെ അതുപോലെ തന്നെ ഇന്ത്യൻ്റെയും ആവശ്യങ്ങൾ ന്യായമാണ്. കാരണം എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് IC-814 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഹൈജാക്ക്, പാർലമെൻ്ററി അറ്റാക്ക് ആൻഡ് മുംബൈ 2611 ടു പത്താൻകോട്ട്, ഉറി, പുൽവാമ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം റോളുള്ള ഈ പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷനോ അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സിനെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചൈനയെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് ഇറ്റ് ഹാസ് എൻ അലിജിയൻസ് ഫോർ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എൻ ഇൻക്ലിനേഷൻ ടു പാകിസ്ഥാൻ ആസ് വെൽ ആസ് ദി ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക, അതുവഴി ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യാണ് ചൈന ചെയ്യുന്നതെന്നാണ് ഡയറക്റ്റ്ലി മനസ്സിലാക്കേണ്ടത്. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ചൈന ബ്ലോക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇന്ത്യയും US-ഉം അല്ലെങ്കിൽ ഇന്ത്യ ഒറ്റക്ക് തന്നെ ഇങ്ങനെയുള്ള പ്രൊപ്പോസൽസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ, ഈ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് 3 ഓപ്ഷൻസാണ്. ഒന്ന്, ചൈനയെ പറഞ്ഞ് മനസ്സിലാക്കുക, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഈ സ്റ്റാൻഡ് മാറ്റാൻ വേണ്ടി ചൈനയെ പെർസ്യൂഡ് ചെയ്യുക. 2, ഈ പറഞ്ഞ ചൈന ബ്ലോക്ക് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ടു ബ്രിങ് ടെറർ ലിസ്റ്റിംഗ് പ്രൊപ്പോസൽസ് ടു ദ യുണൈറ്റഡ് നേഷൻസ് നോയിങ് ദാറ്റ് ദേ വിൽ ബി ബ്ലോക്ക്ഡ് ബൈ ചൈന. പക്ഷേ ഇത് രണ്ടും എന്താണ് കാണിക്കുന്നത്, ഈ രണ്ട് പരിപാടി എന്താണ് കാണിക്കുന്നത്, ഇത് നമ്മുടെ സ്റ്റാൻഡ്, ആൻറ്റി ടെററിസ്റ്റ് സ്റ്റാൻഡ് കാണിക്കും ഏതൊരു ഗ്ലോബൽ ലെവലിൽ. അതുപോലെ തന്നെ ചൈന ഇത് ചെയ്യുന്നില്ല എന്ന് കാണിക്കും. അതായത് ചൈനയുടെ പ്രൊഫൈലും മനസ്സിലാവും. ചൈന ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ അതുവഴി ടെററിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതും ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് രണ്ട് ചെയ്താലും അത് ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് പറയുന്നു. 3-മത്തെ കാര്യം എന്ന് പറയുന്നത് ബൈലാറ്ററലി കാര്യങ്ങൾ മുമ്പോട്ട് പോകുക. അതായത് ഇന്ത്യയും ചൈനയും ബൈലാറ്ററൽ ടോക്സ് വെച്ച് ഇതാണ് ആവശ്യമെന്ന് പറഞ്ഞ് ഇന്ന കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഡിപ്ലോമാറ്റിക്കലി അത് സോൾവ് ചെയ്യുക. പക്ഷേ അത് 3rd ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. A third option is to be open a diplomatic channel with China that focuses on the issue of global cooperation on terrorism, separate from other fractious bilateral issues, and to induce Beijing to reconsider its untenable position. ലാസ്റ്റ് ഓപ്ഷൻ ബുദ്ധിമുട്ടാണെന്ന് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, ഇപ്പോൾ ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡറിലൊക്കെ ഉള്ള എന്താ പറയുക റിഫ്റ്റുകളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയായിട്ട് നിലനിൽക്കെ ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് ചില സബ്ജക്റ്റുകളിലൊന്നും സാധ്യമാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബൈലാറ്ററൽ ടോക്സ് വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്നറിയില്ല. പക്ഷെ എന്നാലും അത് ഇമ്പോസിബിൾ അല്ല എന്നാണ് എഡിറ്റോറിയൽ അനാലിസിസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരണമെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് ടെററിസം ആക്ച്വലി ഇന്ത്യക്ക് മാത്രമല്ല ഗ്ലോബലി അതൊരു വലിയ ത്രെട്ടാണെന്നും അത് ഡെവലപ്മെൻറ്റിനെയും ഗ്ലോബൽ പീസിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും പറഞ്ഞ് പെർസ്യൂ ചെയ്ത് ചൈനേനെ ഈ ഒരു ടോക്കിംഗ് ടേംസിലേക്ക് കൊണ്ടുവന്ന് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് പറയുന്നത്. സേവിങ് ദ വൾച്ചേഴ്സ് ഓഫ് തമിഴ്നാട്, തമിഴ്നാട്ടിലെ കഴുകന്മാരെ കുറിച്ചുള്ളൊരു
ന്യൂസാണ്. അവരുടെ വോൾച്ചേഴ്സിൻ്റെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. On October 19, Tamil Nadu government formed a committee to set up an institutional framework for the effective conservation of vultures. Tamil Nadu boasts the largest population of vultures south of the Vindhyan mountain range. Vindhyan mountain rangesന് താഴെ സൗത്തിൽ തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ വൾച്ചേഴ്സ് കഴുകന്മാരുടെ പോപ്പുലേഷൻ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട്. Vulture numbers are decreasing over the last few years, with experts attributing to the cause to lesser availability of prey as well as erratic weather. Experts also agree that use of some non-steroidal anti-inflammatory drugs to treat cattle has led to the crash in vulture population across India. അപ്പോൾ ഇതിൽ എക്സ്പേർട്സ് എന്താ പറയുന്നത്? ഒന്ന്, ലെസ്സർ അവൈലബിലിറ്റി ഓഫ് പ്രേ, അതിന് ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറാറ്റിക് വെതർ ഫിനോമിന ഭയങ്കരമായി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടും വൾച്ചർ പോപ്പുലേഷൻ്റെ ഗണ്യമായ കുറവുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആർക്ക് കൊടുക്കുന്ന, ഈ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ ഡ്രഗ്സ്, പെയിൻ കില്ലേഴ്സും മറ്റു സാധനങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു അഡ്വേഴ്സ് എഫക്റ്റ് വൾച്ചറിൽ ഉണ്ടാക്കുന്നത്. കാരണം പൊതുവെ ഒരു പറയും കിഡ്നി ഫെയിലിയർ ഉണ്ടാവും എന്ന് പറയും വൾച്ചേഴ്സിൽ. ഈ പറഞ്ഞ ഇപ്പോൾ ഡ്രഗ്സ്, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കന്നുകാലികളിൽ കുത്തിവെക്കുമ്പോൾ അത് മരിച്ചാലും ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ കണ്ടൻസ് എന്തിലുണ്ടാവും? ഈ പറഞ്ഞ കന്നുകാലികളിലുണ്ടാവും. അത് മരിച്ച ഈ പറഞ്ഞ ശവത്തെയാണല്ലോ വൾച്ചേഴ്സ് ഭക്ഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ഡ്രഗ്സ് അവരുടെ ഫുഡ് ചെയിനിലേക്ക് കൂടെ കയറി ഈ പറഞ്ഞ കിഡ്നീനെ ഡിസ്ട്രോയ് ചെയ്യും. അതാണ് അവരുടെ വൾച്ചർ പോപ്പുലേഷൻ കുറയാനുള്ള കാരണം. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ബാൻഡ് ദ യൂസ് ഓഫ് ഡൈക്ലോഫെനാക് to treat cattle, while there are strict restrictions for the sale of other non-steroidal anti-inflammatory drugs in the Nilgiris, Erode and Coimbatore districts. മനസ്സിലായില്ലേ? അപ്പോൾ ഡൈക്ലോഫിനാക്ക് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് കാറ്റിലിൽ വെക്കുന്നതാണ്. ഇത് ഫുഡ് ചെയിനിലേക്ക് കൂടെ കയറി ഈ പറഞ്ഞ ചത്തുപോയി കന്നുകാലികളെ വൾച്ചേഴ്സ് തിന്നു കഴിഞ്ഞാൽ അത് അവരുടെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുക, അതുവഴി മരണം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നീലഗിരിയിലും ഈറോഡിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ ഡിസ്ട്രിക്ട്സിലൊക്കെ എന്താണ് ഈ പറഞ്ഞ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് വെക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അത് എന്താണ് മരണകാരണം എന്നും എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ സമ്മറി എന്ന് മനസ്സിലായല്ലോ. 60 വർഷത്തെ ആനിവേഴ്സറിയാണ് ആദ്യത്തെ ഇന്ത്യ ചൈന വാറിൻ്റെ. ഇൻ ചൈന 1962 ആനിവേഴ്സറി ബ്രിങ്സ് ന്യൂ അറ്റൻഷൻ ടു ഫോർഗോട്ടൺ വാർ. അപ്പോൾ ഏതാ ഡേറ്റ്? October 20, 1962 ആണ് ആദ്യമായിട്ട് ആ വാർ തുടങ്ങിയത് ഈ പറഞ്ഞ October 20, 1962. അതുകൊണ്ട് തന്നെ 60 വർഷമായി. അടുത്ത വർഷം നടക്കാതിരിക്കുന്ന ഏഷ്യ കപ്പ് പാകിസ്ഥാനിലാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? സ്പോർട്സ് ന്യൂസാണ്. ഗവൺമെൻറ് വിൽ ടേക്ക് എ കോൾ ഓൺ ഇന്ത്യ ട്രാവലിംഗ് ടു പാകിസ്ഥാൻ ഫോർ ഏഷ്യ കപ്പ് സേസ് ബിന്നി. അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ട്രാവൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കുന്നതെന്നാണ് പുതിയ BCCI പ്രസിഡൻറ്റ് ബിന്നി പറയുന്നത്. ന്യൂലി അപ്പോയിൻറ്റഡ് BCCI പ്രസിഡന്റ് റോജർ ബിന്നി stated that it is the government that will take a decision on India travelling to Pakistan to compete in Asia Cup next year, and the BCCI has no say in this matter. BCCIക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഗവൺമെൻറ്റാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്ത് ഏഷ്യ കപ്പ് കോമ്പീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ബിന്നി പറയുന്നത്. ഇദ്ദേഹമാണ് പുതിയ BCCI പ്രസിഡന്റ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കണം. ബൈ. ടേക്ക് കെയർ.